നടൻ വിനായകന്റെ അധിക്ഷേപ ഫേസ്ബുക്ക് പോസ്റ്റ് അന്വേഷിക്കാൻ ഡിജിപിക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പാലായിലെ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. വിവരങ്ങൾ ഷിനോജ് എസ് ടി നൽകും. ഷിനോജ്, ഉമ്മൻചാണ്ടി മരിച്ച സമയത്തും വിനായകനൊരു അധിക്ഷേപ പോസ്റ്റ് ഇട്ടിരുന്നു. ഈ അധിക്ഷേപം ആവർത്തിക്കുമ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് വിനായകന് നേരെ വരുന്നത്. മറ്റു പരാതികളും വിനായകനെതിരെ ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുമ്പോൾ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? ഹിമ, ഇന്ന് രാവിലെയാണ് നടൻ വിനായകൻ ഇത്തരത്തിൽ അധിക്ഷേപ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കുന്നത്. അതിൽ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. ഗാന്ധിജി മാത്രമല്ല, കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, കെ കരുണാകരൻ, ജോർജ് ഈഡൻ തുടങ്ങിയ നേതാക്കളുടെ ഒക്കെ പേര് പങ്കുവച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു അധിക്ഷേപ ഫേസ്ബുക്ക് പോസ്റ്റ് നടൻ ഇത്തരത്തിൽ പങ്കുവയ്ക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധമുയർന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് നേരത്തെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെ പാലാ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ഡിജിപിക്ക് ഈ വിഷയത്തിൽ പരാതി നൽകി. ആ പരാതിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു എന്താണ് സംഭവമെന്ന് സംബന്ധിച്ച് അന്വേഷിക്കാൻ ഡിജിപിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഗാന്ധിജി അധിക്ഷേപിച്ചുകൊണ്ടുള്ള വിനായകൻ നടത്തിയിരിക്കുന്ന പരാമർശമാണ്. ആ പരാമർശം അനുസരിച്ച് 1950 നെയിംസ് ആൻഡ് എംബ്ലംസ് ആക്ട്, അതുപോലെ 197 നാഷണൽ ഹോണർ ആക്ട്, ഈ രണ്ട് വകുപ്പുകൾ പ്രകാരം കേസെടുക്കണം എന്നതാണ് ഈ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും നിലവിൽ ഡിജിപി കൊടുക്കുന്ന റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിരിക്കും. ശരി, നടൻ വിനായകന്റെ അധിക്ഷേപ ഫേസ്ബുക്ക് പോസ്റ്റ് അന്വേഷിക്കാനാണ് ഡിജിപിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിവരങ്ങളാണ് ഷിനോജ് എസ് ടി നൽകിയത്.